കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. മുരളീധരനായിട്ട് ആ ശ്രീലകത്ത് പൊന്നുണ്ണി കാണാൻ നല്ല കൗതുകമുണ്ട്. നല്ല തിളക്കമുണ്ട്. ശ്രീലകത്തേക്ക് നോക്കി നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. കാല് പിണച്ച് വെച്ചിട്ടുണ്ട്. പിണച്ച് വെച്ച കാലുമല്ല ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കേണ്ട ഒരു ഡെബിടുക്കാൻ ഒരു ഉണ്ണി. നല്ല കൗതുകമുണ്ട് കാണാൻ. അതാ പറയണ്ടോ, അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മുല്ലമൊട്ട് മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, രണ്ട് തോളത്തും സ്വർണ്ണഗോപികൾ, കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈയോടുകൂടി മുരളി ഇങ്ങനെ മുരളി ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിട്ടാ ഊതിയും കൊണ്ടായിരിക്കണം മുരളീധരനായിട്ട്. അങ്ങനെ വേണു ഊതി നിൽക്കണം. ആ പൊന്നുണ്ണി കണ്ണനെ കാണാൻ നല്ല കൗതുകമുണ്ട്. നല്ല മന്ദഹാസത്തോട് കൂടിയിട്ടാണ് ഓടക്കുഴൽ വിളിക്കുന്നത് കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ. നല്ല ഭംഗിയായിട്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടിയുള്ള വേണുഗാനം പൊഴിക്കൽ നല്ല രസമാണ് കാണാൻ തന്നെ നല്ല കൗതുകം. ഒരു മിടുക്കനൊരു ഉണ്ണി. ഒരു 2 വയസ്സ് അത്രയും ചെറിയ ഉണ്ണി, മിടുക്കനായിട്ടൊരു ഉണ്ണി. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിന് മുകളിലതാ വെളുത്ത പൂവും തെച്ചിപ്പൂവും ആയിട്ട് ഒരു തിരുമുടിമാല, പിന്നെ വെളുത്ത പൂവ്, തെച്ചിപ്പൂവ്, തുളസിപ്പൂവായിട്ട് തിരുമുടിമാല, പിന്നെ തെച്ചിപ്പൂവ് മാത്രമായിട്ട് തിരുമുടിമാല. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. തെച്ചിപ്പൂവാണെന്ന് പറയാം. കഴുത്തിനോട് ചേർന്ന് തുളസിപ്പൂവുണ്ട്. പിന്നെ തൃക്കാൽക്കലിക്കും തുളസിപ്പൂക്കളുണ്ട്. നടുവിൽ നിന്ന് തെച്ചിപ്പൂ മാത്രമായിട്ട്. അപ്പോൾ ഈ കളഭത്തിൻ്റെ മഞ്ഞയും കണ്ണൻ്റെ ഉണ്ടമാലയുടെ ചുവപ്പും കൂടി നല്ല ഭംഗിയാണ് കാണാൻ. നല്ല രസമായിട്ട് ആ ഉണ്ടമാല കാണാൻ നല്ല ഭംഗിയുണ്ട്. തുളസിപ്പൂക്കൾ ഇങ്ങനെ അടിയിലേക്ക് മുളയ്ക്ക് മാത്രമേ ഇടും. നടുവിൽ തെച്ചിപ്പൂ ചുവപ്പ് നല്ല ചുവന്ന് തുടുത്ത തെച്ചിപ്പൂ കൊണ്ടാണ് ഉണ്ടമാല ചാർത്തി. നല്ല കൗതുകമുണ്ട്. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ, താമരയും തുളസിയായിട്ട് ഒരു 3 എണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് മാത്രമായിട്ട് ഒരു 3 എണ്ണം, അങ്ങനെ ഒരു 6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഉണ്ടമാലയും 3 തിരുമുടിമാലയും ചാർത്തി നിൽക്കണ ആ പൊന്നുണ്ണി കണ്ണനെ കാണാൻ നല്ല കൗതുകം, നല്ല സന്തോഷവും കണ്ടത്. അത്ര രസമായിട്ടുള്ള നിപ്പ. ഓടക്കള്ളി വിളിച്ചിട്ട് എല്ലാവരും കേൾക്കാൻ വന്നില്ല എന്നുള്ള ഭാവത്തിൽ നോക്കി അനുഗ്രഹിച്ചുകൊണ്ട് ആ പൊന്നുണ്ണി കണ്ണൻ നിൽക്കണം. നല്ല സന്തോഷവും കണ്ടാൽ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഞാൻ നല്ല സന്തോഷത്തിലാണ്. രോഗങ്ങൾ മാറി സുഖമായി കഴിഞ്ഞാൽ മോഹങ്ങൾ ഓരോന്നു മനസ്സിലേറി ഗോവിന്ദ പാദങ്ങൾ മറക്കുമെങ്കിൽ ആരോഗ്യമേ മേലിനെനിക്ക് വേണ്ട. ഭക്തിക്കുതകീടുമെങ്കിൽ സമ്പത്തതിൽ വിഘ്നവുമാകുമെങ്കിൽ തൻപത്ത് കൂപ്പുന്നൊരെനിക്കു മേല ലാഭത്ത് തന്നാൽ മതി മാരുദേശൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടക്കോഴി വിളിച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കണത്. അങ്ങനെ മുരളീധരനായിട്ട് നിൽക്കണ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം കണ്ടാൽ തന്നെ സന്തോഷമാവും. അത്ര രസമായിട്ട് അങ്ങനെ കാല് പണിച്ച് വെച്ച് നിൽക്കണം. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണങ്ങോട്ട് നമസ്കരിക്കുക. തൃപ്പാദം രണ്ടും മുറുകെ പിടിക്കുക. ഭക്തന്മാർക്കാണ് പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം. ആ മുറുകെ പിടിച്ചിട്ട് ആ തിരുമുഖം നോക്കി ഭക്തി ഉണ്ടാക്കി തരണേ, നാമം ജപിക്കാൻ തോന്നിക്കണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ സച്ചിദാനന്ദ കട്ടയോട് തിരുമുഖം നോക്കി ഉറക്കാൻ നാമം ജപിക്കാം. നമുക്ക് കണ്ണാ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.